ഇവിടെ പല കാര്യങ്ങളും പെൻഡിങ്ങിൽ കിടക്കുകയാണ് കേട്ടോ. കണ്ട നമ്മുടെ ജ്വല്ലിൻ്റെ ടാങ്ക് പെട്ടി പൊളിച്ച് വെച്ച് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചാൽ അല്ലാതെ ഒന്നും ചെയ്തില്ല, അതങ്ങനെ കിടക്കുന്നു. അതൊരു കാര്യം. ഇത് വീണ്ടും ഒരു ക്ലീനിങ്ങിനൊക്കെ സമയമായിട്ടുണ്ട്, ഒന്നും ചെയ്തിട്ടില്ല. ആരോ കളിയാക്കി ചോദിച്ചായിരുന്നു 2 കോടിയുടെ അക്വേറിയം എന്തായി. എന്തോ 2 കോടിയുടെ അക്വേറിയം ഇവിടെ ഉണ്ട്. നമ്മുടെ ആ തടിയൻ ഗൗരാമിയും നമ്മുടെ അരോണയും പിന്നെ നമ്മുടെ പോണ്ടിൽ നിന്ന് പിടിച്ചൊരു 10 കോയി ഫിഷുകളും ഉണ്ട്. അത് സെറ്റായിട്ടില്ല. തൽക്കാലത്തിന് ടാങ്ക് വെറുതെ വെക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. പിന്നെ ഇവിടെയാണെങ്കിൽ ജ്വല്ലിൻ്റെ 1 മീറ്റർ പ്ലാന്റഡ് ആക്കിയിരുന്നല്ലോ, പ്ലാന്റഡ് ആക്കിയെന്നേ ഉള്ളൂ. അതിനകത്തുള്ള സംവിധാനങ്ങളൊന്നും മുഴുവൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ എന്തായെന്നറിയോ, കംപ്ലീറ്റ് ഗ്ലാസ്സൊക്കെ പായൽ പിടിച്ചിരിക്കുകയാണ്. ആക്സിലോട്ടേഴ്സ് അവിടെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ 6 പേരുണ്ട്, അവരെങ്ങനെ നിൽക്കട്ടെ. അപ്പോൾ ഈ ഡസ്റ്റ് ആൽഗയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള സാധനമാണ് ആസ്ട്രോ UV ഫിൽറ്റർ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫിൽട്രേഷൻ നടക്കും, അതിൻ്റെ കൂടെ തന്നെ ആൽഗയെ കംപ്ലീറ്റ് വൈപ്പ് ഔട്ട് ചെയ്യുന്നത് പോലെ ആൽഗയെ നശിപ്പിക്കും. ഇത് നമ്മൾ മുമ്പും പരീക്ഷിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത് അൺബോക്സിങ്. ഓക്കെ, അൺബോക്സിംഗ് എന്നൊന്നും എപ്പോഴും പറയുന്ന പോലെ പറയണ്ട കേട്ടോ. ഇത് സാധാരണ ഒരു ഇൻറ്റേർണൽ ഫിൽറ്ററിനുള്ള എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട് കേട്ടോ. ഇതിൻ്റെ മോട്ടർ, പവർ ഹെഡ്, നല്ല പവർഫുൾ പവർ ഹെഡ് തന്നെയാണ്. വലിയ ഡുബാക്കൂറൊന്നുമല്ല, നല്ല സ്ട്രോങ് പവർ ഹെഡാണ്. ഓക്കെ, സ്ട്രോങ് പവർ ഹെഡുണ്ട്. പിന്നെ ഇനിയാണ് അതിൻ്റെ യഥാർത്ഥ സാധനം, ആസ്ട്രോ. ഇതാണ് ഇതിൻ്റെ ബ്രെയിൻ. മറ്റേത് പവർ ഹെഡും ഇതൊക്കെ തന്നെയാണ്. കണ്ടില്ലേ, ഈ കുന്തമാണ് ഇതിൻ്റെ. ഈ കുന്തത്തിൻ്റെ അടിഭാഗമുണ്ടല്ലോ, ഇത് പിന്നെ അക്വേറിയത്തിൻ്റെ താഴെ ഇങ്ങനെ ഇതാണ് മറ്റേ സക്കിങ് ഓപ്ഷൻ ഉണ്ടല്ലോ, പ്രസ് ചെയ്യുന്നത്. ഇതാ, അതിങ്ങനെ അക്വേറിയത്തിൻ്റെ താഴെ പ്രസ് ചെയ്ത് വെക്കണം. എന്നിട്ട് ഇതിൻ്റെ വയർ മുകളിലോട്ട് വരുന്നു. അപ്പോൾ ഇതിൽ സംഭവിക്കുന്നത് എന്താ അറിയോ, ഞാൻ പറഞ്ഞുതരാം. ഇതിൽ സംഭവിക്കുന്നത് ഇതുവഴി വെള്ളം ഉള്ളിലേക്ക് കയറും. ഇതിനകത്ത് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, ഞാൻ സൈഡിൽ കാണിക്കാതെ. ഇതാണ്, ഇതൊരു UV ഫിൽറ്ററാണ്, ഒരു UV ബൾബാണ് ഇതിനകത്തുള്ളത്. ഈ UV ബൾബിൻ്റെ സൈഡിലൂടെ വെള്ളം മേലോട്ട് കയറി വരുവാണ്. അതൊന്ന് എക്സ്ട്രാ വച്ചാണ് കേട്ടോ, ഒന്ന് മതി. ഇത് ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇതുവഴി എയർ ബബിൾസ് വരും. ഇത് കണക്ട് ചെയ്യാൻ വേണ്ടി എയർ കയറാനുള്ള സംവിധാനം. അപ്പോൾ ഇത് 2 സ്ഥലത്തേക്ക് എയർ ബബിൾസ് വരാനുണ്ടെങ്കിൽ നമ്മൾ ഇത് യൂസ് ചെയ്യാം. ഇതിലൊരു അഡീഷണലാണ്. അപ്പോൾ ഇതിവിടെ ജസ്റ്റ് കണക്ട് ചെയ്താൽ മതി. കണക്ട് ചെയ്ത് ടാങ്കിൻ്റെ പുറത്തേക്ക് ഇടുക, നമ്മൾ സാധാരണ ഇൻറ്റേർണൽ ഫിൽറ്ററിൽ ചെയ്യുന്നത് പോലെ. ആസ്ട്രോ AS14 എന്നാണ് ഇതിൻ്റെ ഒരു മോഡൽ നമ്പർ. ഓക്കെ, അപ്പോൾ നമുക്കിത് കണക്ട് ചെയ്യാം. ചെറിയൊരു സൗണ്ട് വരും കേട്ടോ ഇതിന്. ഇതുണ്ടോ, UV ഫിൽറ്റർ AS14, അതാണ് ഇതിൻ്റെ പേര്. ഇത് UV അൾട്രാവയലറ്റ് C ലാമ്പാണ് ഇതിനകത്തുള്ളത്. അതിൻ്റെ മേലെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊന്ന് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്ത് വെള്ളം ക്ലീൻ ആവുന്നത് കാണാം. നമ്മുടെ 2 കോടിയുടെ അക്വേറിയം എന്തായെന്ന് കളിയാക്കി ചോദിച്ചവർക്ക് കാണാം കേട്ടോ. ഇതാ 2 കോടിയുടെ അക്വേറിയം. അപ്പോൾ ഒരാൾ കമൻറ്റ് ചെയ്ത് 2 കോടിയല്ല 2 ലക്ഷമാണെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, തമാശയ്ക്ക് പറഞ്ഞാണെന്ന്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പിന്നെ ഒരു സംവിധാനം എന്ന് വെച്ചാൽ ഇതിൻ്റെ താഴെ ഇതിൻ്റെ സമ്പ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. ആ കഴിഞ്ഞ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാവും. അപ്പോൾ ഈ സമ്പിൽ UV ലൈറ്റ് ഇല്ല. അതുകൊണ്ടുള്ള പ്രശ്നം എന്താണ്, UV ലൈറ്റ് ഇല്ലെങ്കിൽ ഗ്ലാസ്സിൽ ഡസ്റ്റ് ആൽഗ വരും. ഈ ഡസ്റ്റ് ആൽഗ എന്താണെന്ന് നമ്മുടെ ഏഞ്ചൽ ടാങ്ക് നോക്കിയാൽ കാണാം. നമ്മുടെ പ്ലാന്റഡ് ജ്വല്ലിൽ അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അതിൻ്റെ ഗ്ലാസിൻ്റെ സൈഡിലാണ് ഈ ഡസ്റ്റ് ആൽഗ വരുന്നത്. നമ്മുടെ നോർമൽ വെള്ളത്തിൽ വരുന്നതാണ്. ഇതിനകത്ത് ആൽഗയില്ല. ആൽഗയുള്ള ടാങ്ക് ഞാൻ കാണിച്ചു തരാം. ഗാറിൻ്റെ ടാങ്കൊക്കെ പച്ച കളറായി, അത് ഗ്രീൻ വാട്ടർ, അത് വേറൊരു ആൽഗ. അപ്പോൾ അതുപോലെ ഇതിൻ്റെ ഗ്ലാസ്സിൽ ഒരാൽഗ വരും. ഗ്ലാസ്സിൽ വരുന്ന ആൽഗ, അതാണ് ഡസ്റ്റ് ആൽഗ എന്ന് പറയുന്നത്. ഈ ഡസ്റ്റ് ആൽഗ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര തലവേദനയാണ്. മറ്റേ ആൽഗയാണെങ്കിൽ എടുത്തെങ്കിലും കളയാം. ഡസ്റ്റ് ആൽഗയെ സ്ക്രാപ്പ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഗ്ലാസ്സിന് കല വീഴും. അപ്പോൾ ഇത്രയും നല്ല പുതിയൊരു ടാങ്കിന് കല വീഴ്ത്താൻ നമുക്ക് ഉദ്ദേശമില്ല. അതുകൊണ്ടാണ് നമ്മൾ ആസ്ട്രോ എന്ന് പറഞ്ഞ ഒരു UV സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതിങ്ങനെ വെക്കുന്നതൊരു ബോറൊക്കെയാണ്, അത് സമ്മതിച്ചേ പറ്റൂ. പക്ഷേ എന്നാലും നമ്മളത്
അധികം ശ്രദ്ധിക്കപ്പെടാത്ത രീതിയിൽ നമ്മുടെ ഈ സൈഡിൽ ഈ ഓവർഫ്ലോ ചേമ്പറിൻ്റെ സൈഡിലാക്കിയിട്ട് വെക്കാം. അപ്പോൾ ഈ ആസ്ട്രോയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ബ്ലാക്ക് കളറാണ്. അപ്പോൾ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടില്ല. അപ്പോൾ ഈ സൈഡിൽ നമ്മളിത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുവഴി ഒരു ഫിൽട്രേഷനും നടക്കും. അതിൻ്റെ കൂടെ തന്നെ വെള്ളം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ആൽഗെ, ഈ ഡസ്റ്റ് ആൽഗെ അതുപോലുള്ള എല്ലാ ആൽഗകളും പ്രശ്നങ്ങളെല്ലാം തീരും. അപ്പോൾ അതാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന് 2 കണക്ഷൻ ഉണ്ടാവും. കാരണം എന്താണ്? ഒന്ന് പവർ ഹെഡിൻ്റെ കണക്ഷൻ എന്തായാലും ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ പവർ ഹെഡ് വെള്ളം സക്കയില്ലല്ലോ, അതൊന്ന്. അടുത്തത് UV ലൈറ്റിൻ്റെ കണക്ഷൻ. ഇത് കണ്ടോ, ആസ്ട്രോ 14 വാട്ടാണ് നമ്മളിങ്ങനെ കറണ്ട് ബില്ല് കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ആ 14 വാട്ട് എന്നുള്ള സംഭവം. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്നറിയോ? ഇതിൻ്റെ താഴെ ഈ വാക്വം സക്കിങ് ഉണ്ടല്ലോ, ഈ സാധനം അക്വേറിയത്തിലേക്ക് പ്രസ് ചെയ്ത് വെക്കുക, അക്വേറിയത്തിൻ്റെ ബോട്ടം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വെയിറ്റ് താങ്ങില്ല. ഇത് ഞാനിങ്ങനെ സിമ്പിളായി പിടിച്ച കണക്കൂട്ടണ്ട, ഹനുമാൻ ഗത പിടിച്ച പോലെ കഷ്ടപ്പെട്ടാണ് ഞാൻ പിടിച്ചിട്ടുള്ളത്. നല്ല കനമുണ്ട്. അപ്പോൾ ഈ സാധനം ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുക, എന്നാൽ മാത്രമേ വെയിറ്റ് അവിടേക്ക് പോവുള്ളൂ. അതിനുശേഷം നമുക്കിത് അധികം ആരും ശ്രദ്ധിക്കപ്പെടാത്ത രീതിയിൽ നമുക്കിത് വെച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സൈഡിൽ ഇത് വെക്കാൻ പോവാണ്. വെച്ചിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം ഒന്നുകൂടെ. ഇതിൻ്റെ മേലെ അക്വേറിയം കണ്ടിട്ടില്ലായിരുന്നു, മേലെ ഗ്ലാസ് ഇങ്ങനെ സ്ലൈഡിങ് ആണ്. ഗൗരാമി ചാടിയൊക്കെല്ലടാ. ഓക്കെ, പിന്നെ ഈ എയർ സിസ്റ്റം ഇത് പുറത്തേക്ക് ഇടുക. അത് സാധാരണ നമ്മളെല്ലാം ഇൻറ്റേർണൽ ഫിൽറ്ററിലും ചെയ്യുന്നത് പോലെ തന്നെ അത് കുറച്ച് ഓപ്പൺ ചെയ്തിട്ട്, ഓപ്പണാ ഗ്ലോസ് എന്താണ് ഇപ്പോൾ ഇത്, ഏതായാലും അത് ചെയ്തിട്ട് പുറത്തേക്ക് ഇടുക. എന്തോന്നൂടെ പേടിപ്പിക്കുന്ന സൗണ്ടൊക്കെ വരും. അങ്ങനെ നമ്മൾ ഈ സോക്കോൾഡ് കുന്തം ഫിറ്റ് ചെയ്യുവാണ്. ഓവർഫ്ലോ ബോക്സ് ബ്ലാക്ക് തന്നെ ആയതുകൊണ്ട് അതധികം മനസ്സിലാവില്ല. അങ്ങനെ സംഭവം ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതോ അതിൻ്റെ ബേസ് അക്വേറിയത്തിൽ ടച്ച് ചെയ്യുന്ന രീതിയിലാണ് വെക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, എന്നാൽ മാത്രമേ വെയിറ്റ് അഡ്ജസ്റ്റായി വരുള്ളൂ. എന്താ ഇനി ആ എയറിൻ്റെ സാധനം ഇങ്ങനെ മേലോട്ട് വിട്ടു. അതിനുശേഷം നമ്മുടെ ടെമ്പറേച്ചർ കണ്ടോ, 29 ഡിഗ്രിയിലാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്, 28 to 29. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മളിത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇന്ന് നമുക്ക് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ ഒരു ഇൻറ്റേർണൽ ഫിൽറ്റർ വർക്ക് ചെയ്യുന്ന അതുപോലെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ഫിൽട്രേഷനും നടക്കും, അതിൻ്റെ കൂടെ നമ്മുടെ ഈ ആൽഗെ പ്രോബ്ലംസും തീർന്നു കിട്ടും. കണക്ട് ചെയ്യണേ, പൊടിത്തെറിക്കോ. സംഭവം വർക്കാവാൻ തുടങ്ങി. അരോണ ഒന്ന് നോക്കുന്നുണ്ടോ, എന്താണ് ഇവനിവിടെ ചെയ്യുന്നത്? പോടാ. ഇവിടെ കണ്ട താഴെ ലൈറ്റ് കത്തുന്ന കണ്ടില്ലേ, UV ലൈറ്റ് ഇൻ ഫങ്ഷൻ, അതാണ് സംഭവം. അപ്പോൾ നമ്മൾ അൺബോക്സിങ് കഴിഞ്ഞു, എക്സ്പ്ലെയിൻ ചെയ്തു, ഇൻസ്റ്റാൾ ചെയ്തു, വർക്ക് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡസ്റ്റ് ആൽഗെ പ്രശ്നങ്ങൾ ഇതുപോലുള്ള വലിയ മോൺസ്റ്റർ ടാങ്കുകളിൽ സോൾവ് ചെയ്യുന്നത്. അതിനുള്ളൊരു ചെറിയ ടെക്നിക്കാണ് ഞാൻ കാണിച്ചത്. ഇതധികം വിലയുള്ള സാധനമൊന്നുമല്ല, വലിയ വിലപിടിപ്പുള്ള സാധനമൊന്നുമല്ല. 14 വാട്ടാണ് കറണ്ട് പോകുന്നത്. പക്ഷേ വെള്ളം ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും, അത് ഗ്യാരണ്ടിയാണ്. ഓക്കെ, അപ്പോൾ നല്ല വീഡിയോയിൽ പിന്നീട് കാണാം. ബൈ. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ചെയ്യുന്നതിന്, ഇത് വെക്കുന്നതിന് മുമ്പ് ആ ആൽഗെ കംപ്ലീറ്റ് ക്ലീൻ